നമസ്കാരം. 2006 ഒക്ടോബർ 22 റംലാൻ മാസത്തിന്റെ അവസാന നാളുകളിൽ പുലർച്ചെ തലശ്ശേരി സൈദാർ പള്ളിക്ക് സമീപം പത്രവിതരണക്കാരനായ മുഹമ്മദ് ഫസൽ എന്ന ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. ഫസൽ എന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത് എന്നതുകൊണ്ട് ഒരു വലിയൊരു വിവാദം ഉണ്ടാക്കാം, ഒരു കലഹമുണ്ടാക്കി, ഒരു കലാപമുണ്ടാക്കി ആരുടെയെങ്കിലുമൊക്കെ തലയിൽ വെച്ച് കെട്ടാം എന്ന ചിലരുടെ എന്ന് പറയുമ്പോൾ CPM-ന്റെ ആ ഒരു ഗൂഢാലോചന, RSSന്റെ തലയിലേക്ക് ഇടാനുള്ള ഒരു ഗൂഢാലോചന അവിടെ നടന്നിരുന്നതായി അന്ന് തന്നെ വാർത്തയുണ്ട്. എന്നാൽ പിന്നീട് അതേക്കുറിച്ച് അന്വേഷിച്ച നമ്മുടെ നിയമ അന്വേഷണ വിഭാഗങ്ങളെല്ലാം അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് ചെന്നെത്തുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഫസൽ കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലായത്. CPM-ന്റെ ഒരു പ്രവർത്തകൻ ഇന്നത്തെ നമ്മുടെ ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് അന്ന് അവനുണ്ടായി, കുറച്ച് നേരത്തെ ഉണ്ടായി എന്ന് ചിന്തിച്ചാൽ 10 വർഷം പിണറായി ഇവിടെ ഭരിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഭരണം, സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഭരണം നടന്നു പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക് ചോദിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് പറയുന്നത്. വോട്ട് ചോദിച്ച് വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് കേരളത്തിലെ ഓരോ ജനവും പറയേണ്ട സമയം അധികരിച്ചിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന വീഡിയോകളെ റിപ്പോർട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യിക്കുന്ന പരിപാടിയും കൂടി CPM തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ CPM-ന്റെ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ, അണികൾ എന്ന് പറയുന്നത് അവരുടെ വെറും ചട്ടുകങ്ങളാണ്, അവരുടെ ആജ്ഞാനുവൃത്തികളായിട്ടുള്ള അടിമകളാണ് എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ ഫൈസൽ ഒരു ചാട്ടം ചാടി നേരെ പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ SDPI-യിലേക്ക് അങ്ങോട്ട് ചാടുമ്പോൾ CPM-ന് സഹിക്കൂലല്ലോ, സ്വാഭാവികമല്ലേ. കാരണം അവരുടെ ഒരു പ്രവർത്തകൻ പാർട്ടിയുടെ പ്രാദേശിക രഹസ്യങ്ങളൊക്കെ അറിയുന്ന ആൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നേതാക്കന്മാരൊക്കെ ഏത് തരക്കാരാണ്, പ്രാദേശിക നേതാക്കളെങ്കിലും ഏത് തരക്കാരാണ് എന്നൊക്കെ അറിയുന്ന ഒരാൾ, അവർക്ക് വേണ്ടി ശബ്ദിച്ച ആൾ, അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചയാൾ, വീട് വീടാന്തരം കയറിയിറങ്ങിയ ആൾ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി വിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അവൻ ഈ ഭൂമിയിൽ ജീവനോടെ വേണ്ട എന്ന് CPM അങ്ങ് തീരുമാനിക്കും. കേസന്വേഷിച്ച CBI 2012 സമർപ്പിച്ച കുറ്റപത്രം, കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം രാഷ്ട്രീയ കേരളത്തെ, അതുവരെ കാണാത്ത രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച കുറ്റപത്രമാണ്. അതായത് RSSന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു RSS മുസ്ലിം അല്ലെങ്കിൽ ഒരു BJP മുസ്ലിം അല്ലെങ്കിൽ അതുപോലെ ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനെ കൊലയാളികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത CPM-ന്റെ എല്ലാ ശ്രമങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒളിച്ചിട്ടുകൊണ്ട് CBI ഒരു കുറ്റപത്രം സമർപ്പിച്ചു. കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ, ഇവര് രണ്ടുപേരാണ് ഇതിന്റെ സൂത്രധാരൻ. അതായത് CPM-ന്റെ രണ്ട് നേതാക്കന്മാരാണ് ഫസലിനെ കൊല്ലുന്നതിൽ സൂത്രധാരന്മാരായത് എന്ന് കണ്ടെത്തി. പ്ലാനിങ് അവരാണ് ചെയ്തതെങ്കിൽ അത് കൊടിസുനിയും ടീമും അന്തസ്സായി അങ്ങ് നടപ്പിലാക്കി കൊടുത്തു. നേതാക്കന്മാർ എന്തു പറഞ്ഞോ ആ പറഞ്ഞത് അതേപടി നന്നായിട്ട് അങ്ങോട്ട് നടപ്പിലാക്കി കൊടുത്തു. അതായത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചന, അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ, ഇത് രണ്ടും ഒരു മനുഷ്യജീവനെ ഇല്ലാതാക്കി. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും ഏത് മതവിശ്വാസിയാണ് എന്നുണ്ടെങ്കിലും അവൻ ഈ ഭൂമിയിൽ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ഒരു ജനനവും ഒരു മരണവും മാത്രമേ ഉള്ളൂ. ഇനി ഒരു പുനർജനനം ഇവിടെ മതിയാവോളം ജീവിക്കാൻ ഇല്ല എന്ന് അറിയാത്തവരല്ല ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഈ വർഗീയ വിഷവിത്തുക്കളും എല്ലാം. പക്ഷെ ഇവർ ആ ജീവനുകളെ അതിന് വിട്ടുകൊടുക്കില്ല. അവൻ ആര് തന്നെ ആയിരുന്നാലും ഞങ്ങൾ തീരുമാനിക്കും എവിടെ വരെ ജീവിക്കണമെന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ അടിമകളായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ കഴിഞ്ഞുകൊള്ളണം, ഞങ്ങൾക്ക് കപ്പം തന്നുകൊണ്ട് കഴിഞ്ഞുകൊള്ളണം, അല്ലാത്തവൻ ആരായാലും അവനെ തീർത്ത് കളയും. അതാണ് കണ്ണൂരിന്റെ കൊലപാതക രാഷ്ട്രീയം, അല്ലെങ്കിൽ CPM-ന്റെ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ കേസിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ചില വഴിതിരിച്ചു വിടലുകൾ RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ CPM മനഃപൂർവ്വം ശ്രമിച്ചു എന്നതാണ്. അക്കാലത്ത് വന്നിട്ടുള്ള കഥകളൊക്കെ അങ്ങനെയാണ്. ഫസലിന്റെ രക്തം പുരണ്ട തുണി RSSന്റെ കേന്ദ്രത്തിന് മുന്നിലാണ് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത്. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയതാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് ഹറാമായി അവർ ചിന്തിക്കുന്ന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഏത് പന്നീരെ അടക്കം, പശുവിനെ മുസ്ലിങ്ങൾ ഇറക്കാറില്ല, അതുകൊണ്ട് പശുവിന്റെ അടക്കം അതിന്റെ അവശിഷ്ടങ്ങൾ കൊന്ന് പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിടുക. കൊന്നുകൊണ്ടിടുന്ന മൃഗങ്ങളിൽ പശു കൂടി ഉള്ളത് കൊണ്ട് മുസ്ലിം പശുവിനെ കൊന്നു എന്ന നിലയിൽ ഹിന്ദുക്കൾക്കും ഹിന്ദുവികാരവും വ്രണപ്പെടും. അങ്ങനെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടുപ്പിക്കാനുള്ള ബ്രിട്ടീഷുകാരന്റെ അന്നത്തെ തന്ത്രം ഇവിടെ CPM എടുത്തുനിന്ന് ഉപയോഗിച്ചു. അതായത്
മുസ്ലിം വിഭാഗത്തെയും RSSനെയും തമ്മിലടുപ്പിച്ചുകൊണ്ട് ഇവരെ ഈ കൊലപാതകികളെ ഒന്ന് രക്ഷിച്ചെടുക്കാം, അല്ലെങ്കിൽ അതിനെ ആസൂത്രണം ചെയ്തവരെ രക്ഷിച്ചെടുക്കാമെന്ന് പാർട്ടി അത്രയ്ക്ക് കുലങ്കൂഷമായി ചിന്തിച്ചിട്ട് തന്നെയാണ് അതിന്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. CPM നടപ്പിലാക്കിയ ഈ ക്രൂരമായ കൊലപാതകം അതിന് ദൃക്സാക്ഷിയായിട്ടുള്ള വീട്ടമ്മയെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നത് CBI കണ്ടെത്തിയതാണ്. ഒരു വർഗീയ ലഹള ഉണ്ടാക്കി ഫസലിനെ കൊന്നത് CPM. എന്നാൽ അതിന്റെ പേരിൽ ഒരു വർഗീയ ലഹള ഉണ്ടാകുമ്പോൾ അവിടെ CPMന് തന്നെ ഒരു നേട്ടം, ഈ ഫസലിന്റെ പേരിൽ തന്നെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത് അന്നത്തെ ആ റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങളാണ്. CPMന്റെ സ്വാധീനം എവിടേക്കാണ് നീളുന്നത് എന്നതിന്റെ തെളിവാണ് RSS പ്രവർത്തകനായ സുബീഷ് ഫസൽ വധത്തിൽ തനിക്ക് പങ്കുണ്ട് എന്ന് സമ്മതിക്കുന്നത്, മൊഴി നൽകുന്നത്. RSS പ്രവർത്തകനായ സുബീഷിന്റെ മൊഴി പോലീസിനെ ഉപയോഗിച്ച് നിർബന്ധപൂർവം പറയിച്ചതാണ് എന്ന് CBI കണ്ടെത്തിയിരുന്നു. RSSന് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് തെളിഞ്ഞു. അതായത് പോലീസിനെ സ്വാധീനിച്ച്, ഇന്നത്തെ സ്വാധീനം വളരെ വലുതാണ്, നമുക്കറിയാലോ. പോലീസിനെ കൊണ്ട് രക്ഷാപ്രവർത്തനം വരെ നടത്തിക്കുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ. അന്ന് അതേ പോലീസിനെ സ്വാധീനിച്ച്, കണ്ണൂരല്ലേ, കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം എന്ത് നടക്കും എന്നുള്ളത്. അതിൽ പോലീസിനെ ഉപയോഗിച്ച് ഒരുപക്ഷെ ഈ RSS പ്രവർത്തനം ചിലപ്പോൾ ഇഞ്ചം പരുവത്തിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ പറഞ്ഞിട്ടുണ്ടാകാം. ഇനി പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയാലും മതിയല്ലോ, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എഴുതി ചേർത്താലും മതിയല്ലോ. ഏതായാലും CBI കൃത്യമായി ഇത് ഇടപെട്ട് സുബീഷിന് ഇതിൽ പങ്കില്ല എന്നും CPMന്റെ നേതാക്കൾ തന്നെ, കാരായിമാര് ഇതിനെ കൃത്യമായി ഇടപെട്ട് കൊടിസുനി അടക്കമുള്ളവർ കൃത്യം നടപ്പിലാക്കിയെന്ന് കൃത്യമായി അവർ കണ്ടെത്തി. അതുകൊണ്ട് വലിയ ഒരു കലാപം, ഒരു വർഗീയ കലാപമാണ് ഒഴിഞ്ഞുപോയത്. ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങുക മാത്രം ചെയ്ത ഫസൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അകാലത്തിൽ കൊന്നു തള്ളി, അതേ ഫസലിന്റെ പേരിൽ, അവനെ കൊന്നതിന്റെ പേരിൽ വർഗീയ കലാപങ്ങൾ, വർഗീയ വിഷം ഇളക്കിവിട്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആ പ്രതികൾക്കെതിരെ, അല്ലെങ്കിൽ ആ കിരാതന്മാർക്കെതിരെയുള്ള ഫസലിന്റെ കുടുംബത്തിന്റെ നിയമ പോരാട്ടം ഇന്നും തുടരുകയാണ്. ആ പോരാട്ടം അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ, ആ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവർ ഉറച്ചു പോരാടുമ്പോൾ, അതേ കുടുംബം ഇന്ന് CPMനൊപ്പമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ചില കാട്ടാളന്മാരെ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഫസൽ വധത്തില് CPMനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് SDPI പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതേ പാർട്ടിയുമായി നീക്കുപോക്കുകൾ നടത്തി, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പ്രവർത്തകൻ അവിടെ നിന്ന് തങ്ങളുടെ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടാതെ പോരായ്മകൾ മനസ്സിലാക്കി അയാൾ മറ്റൊരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംഘടനയിലേക്ക് മാറിപ്പോയപ്പോൾ അവനെ കൊന്നു കൊലവിളിച്ച്, അവനെ ചോര ചിന്തി, അവനെ വർഗീയമായിട്ട് അവനെയും അവരുടെ കുടുംബത്തെയും അവരുടെ നാടിനെയും മൊത്തം നശിപ്പിക്കാനായി ശ്രമിച്ച അതേ സമൂഹം ഏത് സമൂഹത്തിലേക്കാണോ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലേക്കാണോ ഈ ഫസൽ നടന്നു പോയത്, തങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയത്, അതേ വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുമ്പോൾ കേരള ജനത ഈ രാഷ്ട്രീയത്തെ നോക്കി, അല്ലെങ്കിൽ CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തെ നോക്കി എന്താണ് പറയേണ്ടത്? ഫസലിനെ കൊന്നവരോടൊപ്പം തന്നെയാണ് ഇന്ന് SDPI നിൽക്കുന്നത്. അല്ലെങ്കിൽ തങ്ങളെ വിട്ടേച്ച് പോയവരുടെ കൂടെ നിന്ന് ആ ചെറുപ്പക്കാരനെ കൊന്ന് കൊലവിളിച്ച അവരെ തന്നെയാണ് തങ്ങളുടെ വോട്ട്, തങ്ങളുടെ ഭരണത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവർ ചേർത്ത് പിടിക്കുന്നത്. പറയുന്നത് വർഗീയതയ്ക്കെതിരെയാണ് തങ്ങൾ നിലകൊള്ളുന്നത്. CPMന്, ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വർഗീയത എന്നൊന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ വർഗീയമായിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസലിനെ കൊല്ലുന്നത്. പക്ഷെ അതിന്റെ പേരിൽ, അല്ലെങ്കിൽ SDPIക്ക് എന്തായാലും ആ വർഗീയത, CPMന്റെ അല്ലെങ്കിൽ RSSന്റെ കൊലപാതക രാഷ്ട്രീയത്തെ സമരസപ്പെടാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ആശയപരമായിട്ട് അങ്ങനെ പറയുന്നത്. പക്ഷെ അത് അന്തക്കാലം. ഇപ്പൊ അത് മാറി സ്വന്തം പ്രവർത്തകനെ തന്നെ, തങ്ങളെ വിശ്വസിച്ച് തങ്ങളെ കൂടെ വന്ന ചെറുപ്പക്കാരനെ ചോരയെടുത്ത, അവനെ കൊന്ന് കൊലവിളിച്ച അവരെ തന്നെ തങ്ങളുടെ പങ്കാളിയായി കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പോൾ CPMനെയും SDPIയെയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളെന്ന് മലയാളികൾ വിശേഷിപ്പിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? രണ്ടുപേരിലും കൊലപാതകമുണ്ട്, രണ്ടുപേർക്കും ചോര ചിന്തലുണ്ട്. നമുക്കറിയാം ജോസഫ് മാഷിയുടെ കൈവെട്ടിയ കഥ. ഇപ്പുറത്ത് പരിശോധിക്കുകയാണെങ്കിൽ ചോര പുഴയൊരുക്കിയ കണക്കുകൾ ഒട്ടേറെ ഉണ്ട്. അപ്പോൾ ആ കണക്കുകളെല്ലാം കൂടി എടുത്ത് നിരത്തുമ്പോൾ ചക്കിക്കൊത്ത ചങ്കരൻ അവർ ഈ അവസരത്തിൽ അല്പം പരസ്യമായി ഒന്ന് കൂട്ടുകൂടി, അത്ര തന്നെ ഉള്ളൂ. ഇതൊക്കെ കണ്ട് ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവർ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് തൊള്ളതൊടാതെ വിടുങ്ങുന്ന മലയാളികളുണ്ടല്ലോ, അവരെല്ലാവരും പൊട്ടന്മാർ. Different angles. Don't forget to subscribe and support this channel.